أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين العاقبة للمتقين بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا نور وأهله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ ഒക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. എന്തെല്ലാം പ്രതിസന്ധികളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പലരും വീട് വിൽക്കുവാനും സ്ഥലം വിൽക്കുവാനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ചാണല്ലോ. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ ഹദ്ദാദ് ചൊല്ലുന്നവരാണ് നമ്മൾ. ഹദ്ദാദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ മാസം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസവും കൂടിയാണ്. അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഉദ്ദേശങ്ങൾ, മുറാദുകൾ ഒക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. അതുപോലെ കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടുന്ന കച്ചവടം ചെയ്യുന്നവർ, അവരുടെ കച്ചവട സ്ഥാപനത്തിൽ കച്ചവടം കുറവാണ്, പല പ്രയാസങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കളെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, മക്കൾ സ്നേഹിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നു പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പരാതികൾ പറഞ്ഞ്, വിഷമങ്ങൾ, പരാതിയല്ല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നവരുണ്ട്, വന്നു പറയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എൻ്റെ കുഞ്ഞു മക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ഉമ്മയും ഉപ്പയുമുള്ള സമയമാണ് നമുക്ക് ഏറ്റവും നല്ല സമയം. കാരണം എന്തൊരു വിഷമങ്ങൾ വന്നാലും, എന്തൊരു പ്രയാസങ്ങൾ വന്നാലും ഓടിച്ചെന്ന് പറയാൻ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ കാലം കഴിഞ്ഞാൽ നമ്മൾ ആരെടുത്ത് ചെന്ന് പരാതികൾ പറയും? ഉമ്മയുള്ള സമയം
ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഉപ്പയുള്ള സമയത്ത് പറയാമായിരുന്നു, ഉപ്പായോട് പറയാമായിരുന്നു, ഉപ്പ നിറവേറ്റി തരുമായിരുന്നു എന്ന് പറയുന്ന മക്കളും ഉണ്ട്. അതുപോലെ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ കുഞ്ഞുപോലെ മരണം വരെ നമ്മൾ നോക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ. പക്ഷേ നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടായില്ല അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കാൻ. എന്നാലും ഒരു സ്നേഹം, ഒരു പുഞ്ചിരി, അവരോട് സംസാരിക്കുക, അവരോട് ഇടപഴകുക, അതൊക്കെ തന്നെ ധാരാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ലവരായ മക്കളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയൊക്കെ അല്ലാഹു ചേർത്തുമാറാവട്ടെ. അതുപോലെ നമ്മളുടെ പ്രയാസങ്ങൾ എല്ലാവർക്കും അറിയാലോ. മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ ഒരുപാട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അവർ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് വളർത്തി ഒരു നിലയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പ്രായമായി, നമ്മൾ വലുതായി, അവരെ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ മക്കളുണ്ട്. അവർക്ക് വേണ്ടത് ഇന്ന് അവർ ഷുഗർ, പ്രഷർ ഒക്കെ ആയിക്കൊണ്ട് വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന സമയമാണ്. അവർക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ഒരു 100 രൂപയെങ്കിലും അവരുടെ മരുന്ന് വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഉപദേശിക്കുകയല്ല, നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. ആദ്യം ഞാൻ അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയൊക്കെ അല്ലാഹു ചേർക്കുമാറാവട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൊത്ത മുഅ്മിനീങ്ങളെ, നമ്മൾ പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആ 2 ഇസ്മ യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ് എന്ന ഈ 2 ഇസ്മ. ഈ 2 ഇസ്മിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 2 ഇസ്മ ചൊല്ലണമെങ്കിൽ ഹൃദയം നല്ല ശുദ്ധി വേണം. ഹൃദയത്തിൽ ഒരു കളങ്കവും ഉണ്ടാവാൻ പാടില്ല. ഷെയ്ഖ് ജലാലുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, ശത്രുക്കളെ ഭയന്നവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം 77 പ്രാവശ്യം ഓതി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് മഹാനായ ഷെയ്ഖ് ജലാലുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദി തങ്ങൾ പറയുന്നു, 8 ദിവസം കൽബ് ശുദ്ധിയാക്കി വേണം 11,000 പ്രാവശ്യം ഇതിനെ മാത്രം ഉരുവിടുക. ഈ ഇസ്മ മാത്രം, യാ മുഇസ്സു യാ അല്ലാഹ് എന്ന ഇസ്മ 11,000 പ്രാവശ്യം 8 ദിവസം ഉരുവിട്ട ശേഷം അത് മാത്രം ചൊല്ലാൻ പാടുകയുള്ളൂ. 10,000 പ്രാവശ്യം ഇതിനെ മാത്രം ഓതിക്കൊണ്ടിരിക്കണം.
അവൻ്റെ കൽബിൽ വേറെ ഒരു ചിന്തയും പാടില്ല. ഈ ഇസ്മ മാത്രം 11,000 പ്രാവശ്യം ഇതിനെ മാത്രം ഓതിക്കൊണ്ടിരിക്കണം. അവൻ്റെ കൽബിൽ ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല, പ്രവേശിപ്പിക്കരുത്. അവൻ്റെ ഹൃദയത്തിൽ വേറൊരു ചിന്തയും അവൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വെള്ളിയാഴ്ചയിൽ അവൻ ഇതിനെ മാത്രം ഓതിക്കൊണ്ടിരിക്കുകയും അവൻ്റെ കൽബിൽ ആരെയും പ്രവേശിപ്പിക്കരുത്, ഒരു ചിന്തയും അവൻ്റെ ഹൃദയത്തിലേക്ക് കൊടുക്കരുത്. വെളിയിൽ അത്യാവശ്യത്തിന്, പുറത്ത് അത്യാവശ്യത്തിന് മാത്രം പോകാൻ പാടുകയുള്ളൂ. ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകാനും പാടില്ല. അങ്ങനെ ഒരാൾ ഈ ദിക്ർ എന്താണ് 8 ദിവസം പതിവാക്കിയാൽ ഒരു മഹാൻ പ്രത്യക്ഷപ്പെടും. ആ മഹാനെ കണ്ടാൽ ഭയന്നു പോകരുത്, പേടിച്ചു പോകരുത്. എന്നിട്ട് ആ മനുഷ്യൻ നിങ്ങളോട് ആവശ്യപ്പെടും, എന്ത് സഹായമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന്. ആ മനുഷ്യനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ആ സഹായം അദ്ദേഹം ആ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സഹായം, ബുദ്ധിമുട്ടുകൾ ആ മഹാൻ തീർത്തു തരുമെന്ന്. ആരാണ് പറയുന്നത്? ശിഹാബുദ്ദീൻ സുഹ്റവർദി തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഈ ഇസ്മ ചൊല്ലുക. അതുപോലെ യാ മുദില്ലു യാ അല്ലാഹ് എന്ന ഈ ഇസ്മും അതുപോലെ ചെയ്യുക. മേൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെയും മഹത്വങ്ങൾ. ആ 2 ഇസ്മ നമ്മൾ ജീവിതത്തിൽ കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ, മറ്റൊരു കിതാബുകളിൽ കാണാം, യാ മുഇസ്സു യാ അല്ലാഹ് എന്ന് പറഞ്ഞ സൃഷ്ടികൾക്കിടയിൽ അന്തസ്സും അഭിമാനവും ലഭിക്കും. വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ മഗ്‌രിബ് നിസ്കാര ശേഷം 40 തവണ ചൊല്ലിയാൽ സൃഷ്ടികളുടെ ഹൃദയത്തിൽ അവനോട് അല്ലാഹു ബഹുമാനം വിട്ടുകൊടുക്കും. അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ബഹുമാനം, സൃഷ്ടികളോടുള്ള ബഹുമാനം ഇട്ടുകൊടുക്കും. യാ മുദില്ലു യാ അല്ലാഹ്, ശത്രുക്കളിൽ നിന്ന്, അക്രമികളിൽ നിന്നും രക്ഷ ലഭിക്കും. 75 തവണ ചൊല്ലി സുജൂദിലായി ദുആ ചെയ്യുക എന്നാൽ ഉടൻ ഫലം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളിൽ നിന്ന് തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. ഒരു സദക്ക ചെയ്യുക, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇരു ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നിങ്ങളെ കാരണത്താൽ ഒരാൾ ഈ ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ, ഇസ്മുകൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം മരിച്ചാലും നിങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇതൊക്കെ ചൊല്ലുമ്പോൾ ഇഖ്ലാസ് വേണം. കിബിലക്ക് മുന്നിട്ട് ഒളുവോടുകൂടി, കിബിലക്ക് മുന്നിട്ട് ഇഖ്ലാസോടുകൂടി, അതിൻ്റെ ഇടയിൽ സംസാരമോ ഒന്നും പാടില്ല. ഇഖ്ലാസോടുകൂടി ചെയ്താൽ എന്തൊരു കാര്യവും, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു തരുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ യൂട്യൂബിലൂടെയൊക്കെ ക്ലാസ്സിലൂടെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇഖ്ലാസോടുകൂടി ചെയ്യണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ചൊല്ലിക്കാണ്ട് പോയിട്ട് കാര്യമില്ല. ഇഖ്ലാസോടുകൂടി അതിനൊരു പ്രതിഫലം കിട്ടും.
എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് പ്രതിഫലം നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.